സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും ഒരു ബൈക്കിന്റെ വീഡിയോ ഇട്ടാൽ മതി, ഉടനെ വരും ആ ഒരു സ്ഥിരം കമന്റ്. ഇതിനേക്കാൾ നല്ലത് H2R അല്ലേ? കുട്ടിക്ക് H2R അറിയില്ലെന്ന് തോന്നുന്നു. H2R ആണ് കിങ്. ഓക്കെ ഫൈൻ, 150cc ബൈക്കിന്റെ മൈലേജിനെ കുറിച്ച് പറയുന്നിടത്തും ആക്റ്റീവയുടെ സീറ്റ് കംഫർട്ടിനെ കുറിച്ച് പറയുന്നിടത്തും ഈ H2Rനെ വലിച്ചിഴിച്ചു കൊണ്ടുവരുന്ന നിങ്ങളുടെ ആ ഒരു ലോജിക് ഉണ്ടല്ലോ, അത് സമ്മതിച്ച് തരണം. ഒരു വശത്ത് ഡുക്കാട്ടി V4 പോലെയുള്ള പക്കാ ട്രാക്ക് മെഷീനുകൾ എഞ്ചിനീയറിംഗ് മാജിക്കുകൾ കാട്ടുമ്പോൾ ഇപ്പുറത്ത് വന്നിരുന്ന് പറയുകയാണ്, നിനക്ക് H2R അറിയില്ലേ? അറിയാം മോനെ, എനിക്ക് H2R നന്നായിട്ട് അറിയാം. സൂപ്പർ ചാർജ്ഡ് എഞ്ചിനും 300+ ഹോഴ്സ് പവറുമുള്ള ബീസ്റ്റ് തന്നെയാണ് കവാസാക്കി നിഞ്ച H2R. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ഥാനമില്ലേ? മീൻ വാങ്ങാൻ പോകുന്ന വണ്ടിക്ക് H2Rന്റെ സൗണ്ട് ഇല്ലെന്ന് പരാതി പറയുന്ന നിങ്ങളൊക്കെ ഏത് ഗ്രഹത്തിൽ നിന്നാണ് വരുന്നത്? പിന്നെ ആ ഇൻലൈൻ 4നെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ H2R എന്ന് നിലവിളിക്കുന്നവരോട് ഒരു കാര്യം, ലോകത്ത് ആകെ ഈ ഒരു ബൈക്ക് മാത്രമല്ല 4 സിലിണ്ടറിൽ ഓടുന്നത്. MotoGP ബൈക്കുകൾക്കും സൂപ്പർ ബൈക്കുകൾക്കും ഒക്കെ അവരുടേതായ പവറും സൗണ്ടും സിഗ്നേച്ചറും ഒക്കെ ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ എന്തിനും ഏതിനും H2R എന്ന് ടൈപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ കവാസാക്കി കമ്പനി പോലും ആലോചിക്കുന്നുണ്ടാവും, ഞങ്ങൾ ഇതിനാണോ ഈ വണ്ടി ഉണ്ടാക്കിയതെന്ന്. പിന്നെ ടോപ്പ് സ്പീഡിന്റെ കാര്യം പറയാൻ ഇത് 90s സ്പീഡ് വാർ ഒന്നും അല്ലല്ലോ, 2026 ഓരോ മോട്ടോർ സൈക്കിൾ ബ്രാൻഡും നോക്കുന്നത് കോർണറിങ്ങും അതിന്റെ ബ്രേക്കിങ്ങും പിന്നെ ഫീച്ചേഴ്സ്, ടെക്നോളജി തുടങ്ങിയവയൊക്കെയാണ്. പിന്നെ ടോപ്പ് സ്പീഡ് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ കവാസാക്കിക്ക് ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ മറ്റുള്ള ജാപ്പനീസ്, ഇറ്റാലിയൻ ബ്രാൻഡ്സിന് കഴിയും. സുസുക്കിയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ടോ? ടോപ്പ് സ്പീഡ് കാണിക്കാൻ അവർക്ക് സൂപ്പർ ചാർജ്ഡ് എഞ്ചിൻ വേണമെന്നൊന്നുമില്ല. ഈ വന്ന കാലത്ത് ടോപ്പ് സ്പീഡ് ഒരു വലിയ കാര്യമൊന്നുമല്ല. H2R കിഡ്സിന് മാത്രമാണ് ടോപ്പ് സ്പീഡ് വലിയ കാര്യമായിട്ടുള്ളത്. ഒരു വണ്ടി നല്ലതാകുന്നത് അതുണ്ടാക്കിയ ടെക്നോളജി കൊണ്ടാണ്, അല്ലാതെ എല്ലാ വീഡിയോയുടെയും താഴെ പോയി H2R ഈസ് ദ കിങ് എന്ന് അടിക്കുന്നത് കൊണ്ടല്ല. പവർ എൻജോയ് ചെയ്യാൻ പഠിക്കൂ സുഹൃത്തുക്കളെ, അല്ലാതെ കണ്ണടച്ച് ആരാധിക്കാനല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു 200-400cc വണ്ടിയുടെ വീഡിയോ കാണുമ്പോൾ അവിടെ പോയി H2Rനെ തിരയാതിരിക്കും. കാരണം റോഡിൽ ഓടിക്കാൻ പോലും പെർമിഷൻ ഇല്ലാത്ത ആ ട്രാക്ക് മെഷീൻ ഇരിക്കേണ്ടത് ട്രാക്കിലാണ്, നിങ്ങളുടെ കമന്റ് ബോക്സിലല്ല.